ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ഇതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ILRന് അല്ലെങ്കിൽ PR-ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് എഴുതേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 ഇയേഴ്സ് തികയുന്നതിന് മുന്നേ, അതായത് ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് പ്രത്യേകിച്ച് ആ റിസൾട്ടിന് വാലിഡിറ്റി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 5 ഇയേഴ്സ് ആവുന്നതിന് മുന്നേ 1 മന്ത് ഓർ 2 മന്ത് പ്രയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എഴുതി അതിൻ്റെ റിസൾട്ടുമായിട്ട് വെയിറ്റ് ചെയ്യാം. 5 ഇയേഴ്സ് തികയുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ PR-ന് അപ്ലൈ ചെയ്യാം വിത്ത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് റിസൾട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്യാം, ഈ ടെസ്റ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിൻ്റെ വെബ്സൈറ്റ് ഗവൺമെൻറ് ഓഫ് UKയുടെ വെബ്സൈറ്റാണിത്. ഈ സൈറ്റിൽ നമുക്ക് പ്രിപ്പയർ ഫോർ ദ ടെസ്റ്റ്, ഇവിടെ നമുക്കൊരു ഒഫീഷ്യൽ ഹാൻഡ് ബുക്ക് ഫോർ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് വേണ്ടിയിട്ട് കിട്ടും. ഇത് ആക്ച്വലി നമുക്ക് £10 അല്ലെങ്കിൽ £12 കൊടുത്ത് ഈ ലേണിംഗ് അല്ലെങ്കിൽ ബുക്കായിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. പക്ഷേ ആക്ച്വലി നമുക്കത് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ സൈറ്റിൽ താഴെ വരുമ്പോൾ നമുക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ID വിച്ച് മീൻസ് പാസ്പോർട്ട് ആവശ്യമാണ്. ഇവിടെ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുമ്പം നമ്മുടെ പാസ്പോർട്ട് ആസ് ID ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ലൈഫ് ഇൻ ദ UKക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ, നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് £50 ആണ് ഒരു എക്സാമിന് ആവശ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫീ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 ഡേയ്സ് ഇൻ അഡ്വാൻസ് ആയിട്ട് വരെ നമുക്ക് ബുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ പഠിക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് ഒരു 1 വീക്ക് 2 വീക്ക് ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പെയ്ഡായിട്ടും അൺപെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബുക്ക് വാങ്ങി പഠിക്കാം. ബുക്ക്സ് നമുക്ക് അവൈലബിൾ ആണ് WH സ്മിത്തിലെല്ലാം. അല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ഒഫീഷ്യൽ ഹാൻഡ് ബുക്കും അവൈലബിൾ ആണ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ചത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തെന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. ഇതാണ് ആ വെബ്സൈറ്റ്, ലൈഫ് ഇൻ ദ UK ടെസ്റ്റ്. സോ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സോ ഈ വെബ്സൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം പോലെ തന്നെ ഇത് അറ്റൻഡ് ചെയ്യാം. ഇതൊരു 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ 24 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 75% ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് 18 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഒരു 17 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 17 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ്. സോ ഇത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവേർഡ് ആണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കവേർഡ് ആണ്. മെയിനായിട്ട് ബ്രിട്ടീഷ് കൺട്രിയിലെ ഡേറ്റ്സ്, രാജാക്കന്മാർ, മെയിൻ ഇവൻറ്റ്സ്, സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോവാവുന്നതാണ്. ഒരു 1 വീക്ക് 2 വീക്കൊക്കെ മാക്സിമം മതിയാവും ഇത് പഠിക്കാനായിട്ട്. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലുന്ന ദിവസം അവിടെ നിങ്ങൾക്ക് ഒരു ID ചെക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിലോങ്ങിങ്സ് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഈ എക്സാം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 24 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 18 എങ്കിലും ശരിയാക്കണം. ഈ 18 നമ്മൾ അവിടെ എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫ്ലാഗ് ചെയ്ത് തിരിച്ച് വന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കി സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യാവുന്നതാണ്. സോ ഇത് നേരത്തെ ഇതിൻ്റെ അകത്ത് ഈ വെബ്സൈറ്റിൽ കാണാവുന്ന പോലെ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഇടുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ 2 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്. പിന്നെ എക്സാം കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മുടെ മെയിലിലേക്കാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ആ മെയിലിലേക്ക് തന്നെ ഒരു ലിങ്കും വരും. ആ ലിങ്കാണ് നമ്മൾ PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്
കൊടുക്കേണ്ടത്. അതായത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് നമ്മൾ പാസ്സായി എന്നുള്ളതിനുള്ളൊരു ലിങ്കാണത്. ആ ലിങ്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ. ഇതാണ് നമ്മൾ ലൈഫ് ഇൻ UK ടെസ്റ്റിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഇൻഫോർമേഷണൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.